ഹലോ ഹായ് കൂട്ടുകാരെ. ഹായ് ഹലോ ഹായ് പറഞ്ഞ ഹായ് ഹായ് പറ. ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ളോഗ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. അതിൻ്റേതായ ഒരു ചമ്മലും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ ഈ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയൊരു ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് നമ്മൾ ഉച്ചയിഞ്ഞ് നിന്ന് എവിടെ പോകുന്നത്. അപ്പം ചെറായി ബീച്ചിൽ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റ് അടക്കുകയാണ്. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോയി എണ്ണ അടിച്ച് പൊളിക്കാമെന്നൊക്കെ കരുതി. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചെറുക്കനെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ്. ദം ബിരിയാണി ആയിരുന്നു, നന്നായിട്ട് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറായി ബീച്ചിൽ പോയിട്ട് വരാം ഗൈസ്. ഞാനും ചേട്ടനും വാവയും അമ്മയും പിന്നെ ചേച്ചിയുടെ 2 പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. വാവു ഹായ് ഇങ്ങോട്ട് നോക്കടോ. എടാ ചെറുക്കോ, എവിടെ പോണേ? എന്താടാ നാണം? ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പെരുവാരത്തെ ശിവൻ്റെ അമ്പലം. ഇവിടെ നിന്ന് ചെറായി ബീച്ചിലേക്ക് 7-8 കിലോമീറ്റർ ഉള്ളൂ. ഒരു 20 മിനിറ്റൊക്കെ മതി ഇവിടെ നിന്ന് അവിടെ എത്താൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 5:45 കഴിഞ്ഞ്. അവിടെ എത്തിയപ്പോൾ 6:40 ആയി. നല്ല ബ്ലോക്കായിരുന്നു. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ നല്ല ബ്ലോക്കായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും നേരത്തെ എത്താൻ പറ്റിയില്ല. എത്തിയപ്പോഴേക്കും ഇരുട്ടായി. അസ്തമയമൊന്നും കാണാൻ പറ്റിയില്ല, നല്ല ഇരുട്ടായി. പിന്നെ അതേ വെള്ളത്തിലൊക്കെ ഇറങ്ങി ചെറുക്കൻ കളിയൊക്കെ തുടങ്ങി. വരുന്ന വഴിക്ക് ആൾ നല്ല ഉറക്കമായിരുന്നു, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കണ്ടപ്പോൾ ആളുടെ ഉറക്കക്ഷീണമൊക്കെ മാറി, ഫുൾ എനർജിയായി. നല്ല കളിയായിരുന്നു. വിട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടും. അത് കളിയിലായിരുന്നു. ആളെടുത്തുകൊണ്ട് വരും, തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് ഓടും, വീണ്ടും എടുത്തുകൊണ്ട് വരും, വീണ്ടും തിരിച്ചോടും. ഇത് തന്നെയായിരുന്നു, കയറണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു കണക്കിന് കയറ്റി അവിടെ നിന്ന് പയ്യെ നടന്ന് വന്നപ്പോൾ ഇവിടെ ചേട്ടന്മാർ കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു. ചാളയായിരുന്നു, ചാള, നല്ല ഫ്രഷ് ചാള. ചിലവരൊക്കെ അപ്പം തന്നെ വാങ്ങണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ബജ്ജിയും കോളിഫ്ലവറൊക്കെ കഴിച്ച് കുറച്ച് നേരം. ഈ പട്ട അവിടെ താഴെ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാനത് കാറ്റിൽ പറപ്പിച്ചിട്ട് നല്ല രസമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് കുറേ നടന്നു. ആ അമ്മയെ വിളി കേട്ടല്ലേ, അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയണേണ്. ഇത് ഏത് പള്ളിപ്പെരുന്നാൾ ഉത്സവത്തിന് പോലെ ഉണ്ടാവും, അതേപോലത്തെ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ നിന്ന് ഒരു കടിക്കുള്ളതുള്ളൂ. അപ്പം തന്നെ അത് പൊട്ടിച്ചളയും. അതുകൊണ്ട് അത് വാങ്ങിക്കൊടുത്തില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. പിന്നെ അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കലാണല്ലോ മെയിൻ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവിടെ പോയപ്പോൾ. അമ്മ പറഞ്ഞു ഇനിയും വന്നം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, എൻജോയ് ചെയ്തു എല്ലാവരും. അടിപൊളിയായിരുന്നു, എല്ലാവരും ഉള്ളതാണ് അടിപൊളി. പിന്നെ അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. അവനൊരു ചെറിയ വാളും വാങ്ങിക്കൊടുത്ത്, ലൈറ്റിൻ്റെ. പിന്നെ ഒരു ചെറിയ കണ്ണടയും വാങ്ങിച്ചു. ഇത്തിരി കളർഫുള്ളായിരിക്കട്ടെ, ഇനി അതിൻ്റെ ഒരു കുറവും കൂടി വേണ്ട. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറല്ലേ, അടിപൊളി. അങ്ങനെ അതിൻ്റെ 2 വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവിടെ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഗസലിൻ്റെ ഈ വരികളുടെ അർത്ഥം. പെട്ടെന്നുള്ള ഒരു ഇഷ്ടപ്പെടലും ആകർഷണമൊന്നും തന്നെ ഫലവത്തല്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.